ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസം പുണ്യമാസമായി സമുചിതമായി ആചരിക്കുന്നു. കർക്കിടകം 1 മുതൽ 32 കൂടിയുള്ള ദിവസങ്ങളിൽ പണ്ഡിത ശ്രേഷ്ഠരായ ഭാഗവത ആചാര്യമാരുടെ 3 നവാഹ യജ്ഞങ്ങളാണ് ദേവീ സന്നിധിയിൽ നടക്കുന്നത്. വൈസ് പ്രസിഡന്റ് എസ് കനകമണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശനൻ ഉദ്ഘാടനം ചെയ്തു. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് വീട്ടിൽ മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ചികിത്സയും ഭക്തിയും ഒക്കെ ആയിട്ട് നമ്മുടെ കാരണവന്മാർ ആ ഒരു മാസം കഴിച്ചു കൂട്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ മറ്റ് സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കേണ്ടി വരുന്നില്ലെങ്കിൽ പോലും ആ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന് വലിയ മുക്തിയൊന്നും നമുക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം മഴയും അതിൻ്റെ ആവശ്യകതകളുമൊക്കെ എന്നും നിലനിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഭക്തിസാന്ദ്രമായി ക്ഷേത്രങ്ങളിലൊക്കെ പോകാനും ക്ഷേത്രങ്ങളിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇതുപോലുള്ള നവാഹ യജ്ഞങ്ങൾ അല്ലെങ്കിൽ സപ്താഹം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും കർക്കിടകം 1 മുതൽ 32 ദിവസം വലിയ പരിപാടികൾ, വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംതാജ് ചൂണ്ടാലത്ത്, കോവിലകം പ്രതിനിധി സുരേന്ദ്രൻ തമ്പുരാൻ, കുന്നത്തുമടം പരമേശ്വരൻ ഉണ്ണിയടികൾ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ഉപദേശക സമിതി ട്രഷറർ KV മുരളീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി A. വിജയൻ സ്വാഗതവും ദേവസ്വം മാനേജർ K. വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. കൃഷിയുമായി ബന്ധപ്പെട്ട സംസ്കാരം നമുക്ക് ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രകൃതിയിലെ പല കാര്യങ്ങളും നമ്മൾ റിലേറ്റ് ചെയ്യാറുള്ളത്, ബന്ധപ്പെടുത്താറുള്ളത്. അങ്ങനെ കർക്കിടകം ഒരു ദുർഘട മാസം എന്നുള്ള തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് കൃഷിയുടെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേക കാലഘട്ടമാണ്. മഴ തിമിർത്ത് പെയ്യുമ്പോൾ മണ്ണിലിറങ്ങാൻ പറ്റില്ല. അപ്പോഴും മണ്ണിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ തകർത്ത് പെയ്യുന്ന മഴയിൽ ഒരുപാട് കാർഷിക വൃത്തികൾ നിർത്തിവെക്കേണ്ട സമയമാണ്.